ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും, കാരണം ഒരു ഫുൾ മന്തി വാങ്ങാനുള്ളതാണ്. സംഭവം സജന ഫിറോസ്, റസൂൽ പൂക്കുറ്റി ഇവരുടെ അഭിനയ യൂണിവേഴ്സിലായിട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോക്കത്തോടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം സജന പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ മറുനാടൻ മലയാളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ 46 മിനിറ്റുള്ള ഒരു വലിയൊരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ 1.25 മണിക്കൂറുള്ള ഇത്രയും വലിയൊരു ഇന്റർവ്യൂവിനെ നമ്മൾ മാക്സിമം ചുരുക്കി ഈ ഒരു വീഡിയോക്കത്തോടെ നമ്മൾ റിയാക്ട് ചെയ്യാം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറോസ് ഖാൻ പുള്ളി വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിറോസ് ഖാൻ എന്ന് പറയുന്നത് അതിനേക്കാട്ടി വലിയൊരു ഉടായിപ്പാണെന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അബ്സല്യൂട്ട് സിനിമ പോലെയാണ്. ഇതിനകത്ത് ധാരാളം ട്വിസ്റ്റുകളുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്നേക്കിന്റെ പരിപാടി കാണിച്ച് പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ കഥയുണ്ട്, ഫ്രണ്ടിൽ നിന്ന് തട്ടുന്നവരുടെ കഥയുണ്ട്, സൈഡിൽ നിന്ന് അമുക്കുന്നവരുടെ കഥയുണ്ട്, ആൻഡ് മറ്റവന്റെ കഥയുണ്ട്. പിന്നെ അസ്യൂഷ്വൽ ഇവരുടെ അവിഹിത കഥകളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങളോട്ട് നമുക്ക് പോവാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറോസ് ഖാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരിയുടെ കുറച്ച് ഒരു 7-8 അവിഹിതങ്ങൾ ലിസ്റ്റ് സഹിതം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവിഹിതങ്ങൾ പുള്ളിക്കുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ പുള്ളിക്കാരി പറയുന്നത്. പുള്ളിയുടെ അവിഹിത കഥകൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പെരുത്ത് കയറിയിട്ട് അതൊന്നും സഹിക്കാൻ വയ്യാതെയാണ് പുള്ളി മറ്റൊരു തുണനേരി പോയിട്ടുള്ളത് എന്നുള്ളൊക്കെയായിരുന്നു പുള്ളിക്കാരി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പം പുള്ളിയുടെ ഒരു അവിഹിതം പൊക്കിയ ഒരു സീനിയെ പറ്റിയിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഫോണിനെടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞ് ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും എല്ലാം വന്ന് അങ്ങനെ അവരുടെ വീട്ടുകാരും ഉമ്മ എല്ലാവരും കൂടെ കയറി വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഉമ്മിച്ച് അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഇക്കാൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു വോയിസ് റെക്കോർഡ് കുഞ്ഞുമായി കേൾപ്പിച്ചു. അവർ പറഞ്ഞു എനിക്കിത് കേൾക്കണ്ട, ഞങ്ങൾക്ക് അവർ കാരണം അവരുടെ മോൻ്റെ വാക്കുകളല്ലേ, അത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഉമ്മച്ച് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, നീ ആയിട്ടിരുന്നായിരുന്നെങ്കിൽ അവനെ പോകത്തില്ലായിരുന്നു. പെണ്ണുങ്ങളുടെ കഴിവേടാണ് ആണുങ്ങൾ ഇങ്ങനെ പോകുന്നത്. അല്ല, എൻ്റെ അമ്മയല്ല, ഫിറോസിൻ്റെ. അപ്പൊ അതും കൂടെ ഞാൻ കേട്ടപ്പോൾ എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊന്നും അറിഞ്ഞൂടെ. കാരണം പുള്ളിക്കാരനിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ഇവർ മിണ്ടത്തില്ല. കാരണം അപ്പൊ പിന്നെ ഈസി ആയല്ലോ, എല്ലാം ഈസി ആയല്ലോ. അതായത് ഫിറോസ് ഖാന് കുറെ അവിധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരെണ്ണം പൊക്കിയപ്പോൾ ഉള്ള സീനാണ് പറയുന്നത്. അതായത് ഭാര്യയുടെ കഴിവുകേടാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവം എല്ലാം അങ്ങ് എളുപ്പമായല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞ് അങ്ങനെ ഫിറോസ് ഖാൻ്റെ അമ്മ പറഞ്ഞപ്പോഴത്തേക്കിനും അത്രയും മാനസികമായിട്ട് തളർന്നു പോയിക്കുന്ന ഒരു വ്യക്തി തന്നെ ഈ ഇന്റർവ്യൂവിന്റെ മുന്നോട്ട് പോകുമ്പോൾ പുള്ളിക്കാരി മറ്റൊരാളുമായിട്ട് ബന്ധത്തിലൊക്കെ പോയപ്പോഴത്തേക്കിന് ഇതേ ഡയലോഗ് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കേൾക്കാം. ഈ പുള്ളിക്കാരനെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരോടെ പോയി ജീവിച്ചാൽ ഇയാൾക്ക് എന്താ ഇയാൾ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു ആളോട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇവൻ നല്ലതല്ലാത്തോണ്ടല്ലേ നമ്മൾ ഇങ്ങനെയുള്ള. ഫിറോസ് ഖാൻ്റെ അമ്മ പറഞ്ഞതും സജിന പുള്ളിക്കാരി ഇവിടെ പറഞ്ഞതും ഏകദേശം സെയിം കാര്യം തന്നെയല്ലേ. പുള്ളിക്കാരി ഡയറക്റ്റായിട്ട് പറഞ്ഞു ഈ പുള്ളിക്കാരി ഒരു ഇച്ചിരി വളഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫിറോസ് ഖാൻ നല്ലതാണെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് അവിടെ പുള്ളിക്കാരൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഭാര്യയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞേക്കുന്ന സെയിം ഡയലോഗ് തന്നെ. പക്ഷെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സംഭവത്തെ നോർമലൈസ് ചെയ്യല്ലേ. നിങ്ങൾക്ക് അങ്ങനെ കഴിവുകേട് ഇതൊക്കെ പറയുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷനിൽ താല്പര്യം ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക, രണ്ടാണ്ട് അത്രേ ഉള്ളൂ. എപ്പോഴേ ചെയ്യേണ്ട സാധനമാണെങ്കിൽ പിന്നെ ഇട്ടിട്ട് ഇത് എന്നാ ഇത്. ഇനി ഇത് കഴിഞ്ഞിട്ട് സജിന പുള്ളിക്കാരി ഒരു അസ്ത്രം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ്റെ ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയായിട്ട് ഇത്തരത്തിൽ അയാൾ വേറെ കുറേ പരിപാടിക്കൊക്കെ പോയിരിക്കുന്ന കുറച്ച് സ്കീം കാര്യങ്ങളൊക്കെ പി കേസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ സജിന പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിറോസ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കള്ളമായിരുന്നു പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്, കള്ളം പടച്ചു വിട്ടേക്കായിരുന്നുള്ളായിരുന്നു ഫിറോസ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഫിറോസ് ഖാനുമായിട്ട് സജിന പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫിറോസ് ഖാൻ ഇയാൾ അതിനെക്കാട്ടി വലിയ ഉടായിപ്പ്. അതിനെക്കാട്ടിലെന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടുപേരും ഏകദേശം സെയിം ആണെന്നുള്ളത് തന്നെയാണ്. ഫിറോസ് ഖാൻ്റെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കേസൊക്കെ പിൻവലിക്കണം പബ്ലിക്കായിട്ട് പുള്ളിക്കാരി വന്ന് പറഞ്ഞല്ലോ, ഈ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഇത്തരത്തിൽ ഇയാൾ ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വന്ന് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പോടെ നമുക്ക് കേൾക്കാം. കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് റൂമൊക്കെ എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫിറോസ് ഖാൻ, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ചെയ്യും ഞാൻ എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. സീരിയസ്ലി ഞാൻ പറയുക. ഫിറോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൂടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തില്ല. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ് ഖാൻ? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ് ഖാൻ. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയത് പോലെ തന്നെയാണ് ഫിറോസ് ഖാൻ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങള് നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ് ഖാൻ എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ് ഖാൻ എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പം ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാം.
പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കുമോ അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. റോസിക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ആയിരിക്കും, ഞാൻ മരിച്ചെന്നുള്ളതായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആവുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇത് വന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പം അത് ഫോക്കസ് ആക്കുവോ. പിന്നെ ആൾക്കാർ പറയും, ഓ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ്ക മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഊമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനിലാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും. ഇത് ഫുള്ള് കേൾക്കണോ? ഇത് ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അതൊന്ന് ഊമക്കത്താന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കയറി തൂങ്ങും. അപ്പം നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേര് ചക്കിക്കൊത്ത ചങ്കരനെ പോലെയാണ് സുഹൃത്തുക്കളെ. അഡ്ഡയും ചക്കരയാണ്, മാച്ചിങ് ആണ്. ഒരാൾക്ക് ഇപ്പുറത്ത് കുറച്ച് അവിഹിതങ്ങളുണ്ട്, തൊട്ടിപ്പുറത്ത് മറ്റൊരു കുറച്ച് അവിഹിതങ്ങളുണ്ട്. ഇതിനകത്ത് ഫിറോസ് ഖാനാണ് പീക്കർ. എൻ്റെ ഫിറോസ് ഖാനെ എന്തൊക്കെയായി ഈ കേൾക്കുന്നത്? 2 ഉടൈപ്പുകളാണ്. 2 ചെളികാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫിറോസ് ഖാൻ്റെ കുറേ അവിഹിതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിട്ട് മടുത്ത് സഹി കെട്ടിട്ടാണ് സുഹൃത്തുക്കളെ പുള്ളിക്കാരി മറ്റൊരു ബന്ധത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് മറ്റേ ആ ഒരു കേസുണ്ടല്ലോ, മറ്റേ എഴുതിയിട്ട് ഇനി ഫിറോസ് ഖാൻ്റെ കൂടെ ഞാൻ ജീവിക്കാനില്ല, ഒളിച്ചോടി പോയി എന്നൊക്കെ പറയുന്ന ആ ഒരു സീനുണ്ടോ മറ്റൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഇതിനൊക്കെ പോയിട്ട്. അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ അല്ല, അത് ഞാൻ പറയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ ജീവിതമല്ല ജീവിക്കാനല്ല ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. ഫിറോസ് ഖാനോടുള്ള പണിഷ്മെന്റിനാണ് സുഹൃത്തുക്കളെ മറ്റൊരാളുടെ ഒളിച്ചോടി പോയത്. ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അത് അതിമനോഹരമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കിടിലം. ക്ഷമിച്ചോ അങ്ങനെ പോയത്? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറയാൻ. അവൻ ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനം. അത് അതിമനോഹരമായിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം റിവെഞ്ച് തീർക്കാൻ കൊണ്ട് ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ,
ആ ഉപയോഗിച്ചേക്കുന്ന ആൾക്ക് ശരിക്കും ഈ സജിന പുള്ളിക്കാരുടെ അടുത്തൊരു പ്രണയം തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു റിവഞ്ച് മൂഡിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ഒരു റിവഞ്ച് മൂഡിൽ ചെയ്തൊരു പരിപാടിയാണ്. നമുക്ക് കേൾക്കാം. അഭിനയിച്ചു എന്നാണോ പറഞ്ഞത്? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഞാൻ എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം തെറ്റാൻ ഒരാളെ ഞാനത് ഒരാളെ ഉപയോഗിച്ചു തന്നെ പറയാം. ഇങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് എന്തെങ്കിലും അവർക്കിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ ഇപ്പം നമ്മുടെ പാർട്ണർ ആരായിരുന്നു അയാളുടെ മുന്നിൽ ജസ്റ്റ് റിവെഞ്ച് മൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കുന്ന് ഒരാളെ പിടിച്ചു നിർത്തും. ആ പിടിച്ചു നിർത്തിയിട്ട് അയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനവും മറ്റേതും മറിച്ചത് ഈ റിവെഞ്ച് മൂഡ് എന്ന് പറഞ്ഞ് ജീവിക്കാനല്ലേ ഒളിച്ചോടി പോകുന്നു, അങ്ങനെ കുറെ പരിപാടികൾ കാണിക്കുന്നു. ഇങ്ങനെല്ലാം പോയിട്ട് ഒരാളെ ഇങ്ങനെ ഉപയോഗിക്കും. ഈ കറിവേപ്പില പോലെ ഉപയോഗിച്ചിട്ട് അങ്ങ് കളയുക എന്നൊരു പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും പലരും ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ട് ഈ ഒരിക്കലും നിങ്ങളുടെ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരാളെ പിടിച്ച് ഇതിൻ്റെ ഇടയിലോട്ട് കൊണ്ടിടരുത്. കാരണം വെച്ചാൽ ഇപ്പം ഇതിനകത്ത് പുള്ളിക്കാരി തന്നെ പറയുന്നത് കേട്ടില്ലേ, ആ മറ്റേയാൾക്ക് ശരിക്കുള്ളൊരു പ്രണയം കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി എന്നുള്ള. അങ്ങനെ ഒരാളുടെ ഇമോഷൻ വെച്ചിട്ട് എത്രയോ ആൾക്കാർ ഇങ്ങനെ കളിക്കുന്നുണ്ടെന്ന് അറിയാമോ? എന്നാ പരിപാടിയൊക്കെയാണ്. ലേശം ഉളുപ്പുണ്ട് എന്നിട്ട് വന്നിട്ട് ഇത് പറയാനൊക്കെ ഉണ്ട്. ഫിറോസ് ഖാൻ ആണെങ്കിലും ഇവരാണെങ്കിലും. അതായത് ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇയാളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പം ഇദ്ദേഹം കരഞ്ഞു കാലി പിടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി 1 വർഷം ഒരു വൃത്തികേടിനും പോയിട്ടില്ലായിരുന്നു. പക്കാ ഫാമിലി മാൻ. എനിക്കറിയില്ല, ഞാൻ എന്റെ കണ്ണി കണ്ടിട്ടില്ല. പിന്നെ 1 വർഷം, പിന്നെ ഈ 1 വർഷം കഴിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് അങ്ങനെ ഒളിച്ചോടി പോയി റിവെഞ്ച് മൂഡ് കാണിച്ചപ്പോൾ അയ്യോ പൊന്നെ തിരിച്ചു പോയി, എനിക്ക് നീയില്ലാതെ പറ്റത്തില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചിട്ട് പുള്ളിക്കാരി തിരിച്ചു വന്നു. അങ്ങനെയുള്ള ആദ്യത്തെ 1 വർഷം പുള്ളി അമ്പിയായിരുന്നു. പിന്നെ വീണ്ടും അന്യനും റെമോയായി മാറി സുഹൃത്തുക്കളെ. ഈ പുള്ളിക്കാരൻ അതിൻ്റെ കൂടെ തന്നെ എന്നെ സംശയങ്ങളും ഉണ്ട്. അതായത് കുറേ ആൾക്കാരെ വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് അത് സംശയങ്ങൾ വരുന്ന പിന്നെയാണ് ഇവനെ ഞാൻ വർക്കിന് ഇറങ്ങിയപ്പോൾ ഈ നമ്മൾ പറയത്തില്ലേ, നമ്മൾ തെറ്റ് ചെയ്യുന്നവർക്കാണ് മറ്റുള്ളവരെ സംശയം വരുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവർ സംശയം വരത്തില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെതും ഞാൻ സംശയം കൊണ്ടല്ല. ഇത് രണ്ടുപേർക്കും ബാധകമാണ് കേട്ടോ, അങ്ങനെ കൂടെ ആലോചിക്കണേ. പിന്നെ ഇതിനകത്ത് ഇയാൾ കടുത്ത സംശയരോഗിയാണ്. ഇവർ ഏതൊക്കെ പ്രോഗ്രാമിന് പോകുന്നു, ഇവരുടെ അടുത്ത് ഏതൊക്കെ ആണുങ്ങൾ സംസാരിക്കുന്നു, അയാളുടെ അടുത്ത് എല്ലാം പോയിട്ട് നീ എൻ്റെ ഭാര്യയോടെ മറ്റേ പരിപാടി അല്ലിയോടാന്ന് പോയിട്ട് അങ്ങനെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോമാക്സ് സൈക്കോ ആണ് ഫിറോസ് ഖാൻ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇവിടെ സജിന പുള്ളിക്കാരി പറയുന്നത്. ഇവൻ സൈക്കോ ആണ് ചേട്ടാ. കാരണം പെണ്ണുങ്ങളായിട്ട് ടോർച്ചർ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ വൈഫിന് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിനെ ചേട്ടാ എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത്തരത്ത് സംസാരിക്കുമ്പോഴും എൻ്റെ വോയിസ് റെക്കോർഡ് ഇട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് പറയും, മോളെ എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് ഇത് ഞാൻ എന്തോ അബദ്ധത്തിൽ ഞാൻ ഇവളെ കെട്ടിയതല്ലാതെ എനിക്ക് ഇവളോട് സ്നേഹമൊന്നുമില്ല. എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വൈഫിനെ വിളിച്ചിട്ട് എന്ത് സൈക്കോ ആണെന്നുള്ളതാണ് പുള്ളിക്കാരൻ. അത് എന്നാ ഒരു കഴപ്പാന്നേ എൻ്റെ ഫിറോസ് ഖാനെ. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ പൂക്കുറ്റിയാണനുമായിട്ടുള്ള ഒരു വോയിസ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫിറോസ് ഖാൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഇത് ആൻമരിയ എന്നും പിന്നെ ദിയാസാന, ഈ 2 ആളുകൾ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഇവർക്ക് അയച്ചു കൊടുത്തേക്കുന്നതായിരുന്നു ഈ ഒരു വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി. അങ്ങനെ ത്രൂ ആണ് ഫിറോസ് ഖാൻ ഇത് എത്തുകയും പിന്നീട് പുറത്തുവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു റസൂൽ പൂക്കുറ്റിയായിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ആൻമേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെൻറ്റ്സും വരും. അത് തികച്ചും പേഴ്സണൽ ആയിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അഗ്ലി സംസാരങ്ങൾ പോലും സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഞങ്ങളെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ കൊടുത്തതല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെയായിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അല്ലല്ല, സുൽക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. അങ്ങനെ ആ വീഴ്ചയിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവന്ന വ്യക്തിയുടെ അടുത്തായിരുന്നോടെ ഇവർ ആ രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭാര്യയായിട്ടുള്ളൊരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കോടി, 1 2 അല്ല 3 കോടി തരണം. വീഴ്ചയിൽ പിടിച്ച് പൊക്കി ആളുടെ അടുത്ത് തന്നെ ചോദിക്കണം, സഹായിച്ച ആൾക്കാരെ തന്നെ പരിപാടി ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞ് പുള്ളിക്കാരി ദുബായിൽ പോയിട്ടുണ്ടായിരിക്കുന്ന ഒരു സീനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഞാനിപ്പം ആ ബിഗ് ബോസിന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കൊളാബ് വർക്ക് ആ സമയത്ത് ഷോപ്പ് വിസിറ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ നല്ല വർക്കുകൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദുബായിലൊരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരി വിശ്വസിച്ച് ഞാൻ ഇവിടെ നിന്നുള്ള പൈസയും കടം മേടിച്ച് അവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. 30,000 35,000 ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അതും മേടിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ദുബായ് കയറി പോകുന്നത്. ദുബായ് കയറി പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊള്ളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത് പോകുന്നത്. എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. അല്ല പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ദുബായ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. ഫ്ലൈറ്റിൽ പോലും ഞാൻ കയറിയിട്ടില്ല. ഫ്ലൈറ്റിൽ ഞാൻ കയറിയിട്ടുണ്ട്. നമ്മൾ സൂര്യജോടി സൂപ്പർ ജോഡി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ലെവലൊന്നും ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ട് അവിടെ പോകുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ ലാംഗ്വേജ്. ഇവർ അപ്പോൾ ഈ കുറച്ച് മലയാളീസ് പുള്ളിക്കാരി എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞു കുഞ്ഞു ബാറിൽ പോയി ഗസ്റ്റായിട്ട്, മലയാളി ബാറിൽ പോയി ഗസ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഗസ്റ്റ് ആകുമ്പോൾ ഒരു 500 ദിർഹം കിട്ടും. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ 500 ദിർഹം കിട്ടുമല്ലോ. ഈ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി പറയും 500 ദിർഹം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പൈസ തരത്തില്ല. അത് ഭൂലോക ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരിയിൽ ഞാൻ പോയി എത്തുന്നതും റോഷിനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയിൽ എത്തിയിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയാൻ കാരണം പുള്ളിക്കാരിയും ഇതിനകത്തൊരു കടകുണ്ട്. ഫിറോസ് ഖാനുമായിട്ട് വേറൊരു സാധനം ഞാൻ പൊക്കിയിട്ടുണ്ടത്. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് അവിടെ ഞാൻ പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പോക്ക് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അവിടെയുള്ള കുറച്ച് നല്ല മനുഷ്യർ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പറയുന്നു അയ്യോ ഇവിടെ ഇങ്ങനെ ആ കൊച്ചു അബദ്ധവശാത്തിൽ വന്ന് വീണേന്ന് തോന്നുന്നു. കാരണം എന്നെ കാണുമ്പം ഞാൻ ശരിക്കും ഇതിനുള്ള വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഈ ലോകപരിചയമൊന്നുമില്ല എന്നുള്ളത് അറിയാം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ച് തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കിട്ടുമെന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലുമില്ല. പൊട്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്ക് അറിഞ്ഞൂടാ. പോയി അവിടെ ഇരിക്കുക വരുക ഒന്നുമില്ല. നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണം. അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പം അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അവിടെ കുറെ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഇത്തരത്തിൽ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് റസൂൽ പൂക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ടൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവർ പരിചയപ്പെട്ടതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ മറ്റേ ഒറ്റ എന്ന് പറയുന്ന ഇവരുടെ ഏതൊരു സിനിമയ്ക്കകത്ത് വരിയാണ് കൂടുതൽ ഇവർക്കിടയിലുള്ള ബോണ്ടുകൾ വർദ്ധിച്ചത്. ഇവർക്കിടയിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഇനിയിപ്പോൾ വെക്കണ്ടല്ലോ, അത് നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പോയി കണ്ടാൽ മതി. നമുക്ക് ഇനി അത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് 3 കോടി. എങ്ങനെ 3 കോടിയാണ് ആ ബന്ധത്തിൻ്റെ വില? ഞങ്ങളെല്ലാവരും കേട്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ഇങ്ങനെ കരയിപ്പിച്ച് ഞങ്ങളെ ചിരിപ്പിക്കല്ലോ എൻ്റെ പൊന്ന് സജിനാത്ത. ഈ മനുഷ്യനെയാണോ ദൈവത്തെ പോലെ കണ്ടിരിക്കുന്ന? ഈ മനുഷ്യനെയാണോ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ 3 കോടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞത്? എൻ്റെ പൊന്നെ കണ്ണടച്ച് ഇങ്ങനെ ഇരുട്ടാകല്ലേ? അല്ല, ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലേ? ഈ സംഭവങ്ങളൊക്കെ പുറത്തായി, സംഭവങ്ങൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞില്ലേ? പിന്നെയും കിടന്നും മെഴുകാണ്. അപ്പം ഈ സംഭവങ്ങൾ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുമ്പോൾ ഇക്കായും വിളിച്ചിട്ട് ഇതാണ്ട് അവളിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ പറയും. അപ്പോൾ ഞാൻ പറയാം ഇക്ക അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയടുത്തൊന്ന് പറയുന്നു, എൻ്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പം ഞാനെന്നിട്ട് അങ്ങനെ പറഞ്ഞു. അന്ന് ഇതാ ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്ന പറഞ്ഞാൽ ഇക്ക ഞാനും ഇക്കാര്യം സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഉള്ളത് അത് പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തോട് ഞാൻ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. വിളിച്ചല്ലേ പറ്റൂ. 3 കോടിയാണ് ചോദിച്ചേക്കുന്ന. പുള്ളിക്ക് താല്പര്യമില്ലാത്തൊരു ട്രോഫിയുടെ പേരും പറഞ്ഞുകൊണ്ട് ആ ട്രോഫി ഞാൻ ഇപ്പൊ പുറത്ത് വിടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കോടി തരണം. ഇപ്പൊ പൊന്നെ ചക്കരേ നീ ഇത് പുറത്തു വിടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പെട്ടിരിക്കണല്ലോ. അപ്പൊ പിന്നെ ഫോൺ എടുത്തല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ല പുള്ളിക്ക്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. തികച്ചും ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പേഴ്സണലായിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ ആയിരുന്നു. അതിനെ വലിച്ചു കീറി ലോകത്തിനോട് ഇട്ടുകൊടുത്തവരെ തന്നെ പറയണം ചേട്ടാ. കാരണം ഇതിന് ദിയാസന എന്ന് പറഞ്ഞൊരു കുട്ടിയും, ദിയാസന അതേപോലെ ആൻമരിയ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരാണ് ഇട്ട് കൊടുക്കുന്നത്, ഫിറോസ് ഖാൻ ഇട്ട് കൊടുക്കുന്നത്.
ഫിറോസ് ഖാൻ്റെ ഒരു പോസ്റ്റർ കൂടെ ഉണ്ട്, അത് പറയുന്നത് അതാണ് നല്ല രണ്ടാൾക്കാർക്ക് ഇട്ട് കൊടുത്തേക്കുന്ന ഒന്ന് ആൻമരിയ ദിയാസാണ്. എന്തിന്റെ പേരിലാണ്? പൂക്കുറ്റി അണ്ണനാണെങ്കിൽ എടി നിങ്ങൾ ഇത് കേൾക്കണം, പൂക്കുറ്റിയാണ് ഒരു മാച്ച് കളിച്ചിട്ട് അതിനൊരു ട്രോഫി ഇട്ടിട്ട് പുള്ളി ഇത് വാങ്ങാതെ പോകാൻ എസ്കേപ്പ് അടിക്കുക എന്നുള്ള വിചാരമാണ്, അങ്ങേര് വിഷയമാണ്. അപ്പോൾ ആ ട്രോഫി ഞാൻ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ 3 കോടി എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് സോൾവ് ആക്കി തരണമെന്നൊക്കെ പറഞ്ഞേക്കുന്നൊരു സംഭവമാണ്. സംഭവം ഇവർ പോയിട്ട് അങ്ങ് നമ്മുടെ ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിയാസനെയൊക്കെ മുമ്പൊരിക്കൽ ഈ സജിന പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് വന്നിട്ട് ഈ ഇതിൻ്റെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇങ്ങോട്ട് വെക്കാം. ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല, നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ്റെ അടുത്തെന്ന് പറയുന്നത്, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല, കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ട് ആവത്തില്ലേ. അല്ല, അതിനുശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക, ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും മേ ബി, ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ ഉള്ളൂ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു, ദിയ റേസ് ഞാൻ പറഞ്ഞു, ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചത് എനിക്ക് വേറെ എന്തോ ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാതിയാന്ന് പറഞ്ഞു. ഇവളെന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാകുന്നത്, നീ എന്തോ നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ, അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് മുന്നേ അയച്ചു കൊടുത്ത സാധനം അത് കേട്ടല്ലോ. അപ്പോൾ ഇതാണ് അവിടെ റിവെഞ്ച് മൂഡിൽ അവരൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സജിന പുള്ളിക്കാരി ഫിറോസ് ഖാനുമായിട്ട് റിവെഞ്ച് അടിക്കാനെ കൊണ്ട് ഒളിച്ചോടി പോയിട്ടായിരുന്നു റിവെഞ്ച് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ദിയാസന പുള്ളിയുടെ MDMA പരിപാടി നടത്താൻ സമ്മതിക്കുന്നില്ല, കള്ളി നീ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അത് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഈ വോയിസ് ആണ് അയച്ചു കൊടുത്തെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ കേസ് പറയുമ്പോഴത്തേക്കിന്നെ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ട്. അടിച്ച് തൂഫാനാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദിയാസനെ പോക്കണം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. ദിയാസനയ്ക്ക് ഇതിന്റെ സെയില് കാര്യങ്ങളൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് ഇവരിവിടെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. ഇപ്പോ ശരിക്കും ഇദ്ദേഹം ഇത് പുറത്തു വിട്ടല്ലോ, ഫിറോസ് പുറത്തു. അതേപോലെ റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്? കാരണം പുള്ളി ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊന്നും പുള്ളി ഏറ്റെടുക്കാനോ അങ്ങനെ അതിനെ പ്രതികരിക്കാനോ എൻ്റെ അടുത്ത് പോലും പറഞ്ഞത് നീ സംസാരിക്കാൻ പോകണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. കാരണം പുള്ളിക്ക് ഇതിനകത്ത് എന്തിനേറെ പറഞ്ഞു, സ്വന്തമായിട്ട് മാച്ച് കളിച്ച് ഇട്ടേക്കുന്ന ഒരു ട്രോഫി പോലും വേണ്ടെന്ന് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഈ കാര്യത്തിലൊക്കെ വള്ളി പിടിക്കാനെ കൊണ്ട് പോവാ പുള്ളി കാര്യങ്ങളൊന്നും പുള്ളി അങ്ങനെ താല്പര്യമില്ല പുള്ളിക്ക് അതിന്. കാരണം ഇതൊക്കെ പുള്ളി പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, അത് വിട്ടേക്ക്. പക്ഷേ ഈ വോയിസ് കൂടെ വന്നപ്പോൾ ഭയങ്കര അതൊക്കെ നമ്മൾ അവിടെ നമ്മൾ അത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. അതായത് ഫിറോസ് ഖാൻ്റെ പൂക്കുറ്റി അണ്ണൻ്റെ ഫാമിലിക്കും നിങ്ങളെ സപ്പോർട്ടാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ 2 കൂട്ടർക്കും മക്കളുണ്ട്, ഈ പറയുന്ന പൂക്കുറ്റി അണ്ണൻ്റെ ഒരു ഭാര്യയുണ്ട്. ഇവരുടെയൊക്കെ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഫാമിലി ഫുള്ള് സപ്പോർട്ടാണെന്നാ. സൂപ്പർ. ദൃശ്യങ്ങൾ വല്ലതും പകർത്തിയിട്ടുണ്ട്? ഏതാ ദൃശ്യങ്ങൾ? നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ചോദിക്കുന്നത് ചുമ്മാ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കും. ചേട്ടൻ എന്നെയൊക്കെ അറിയണം. ദൃശ്യങ്ങളെ അറിയാം, റസൂലിന്റെ കാര്യങ്ങളെല്ലാം റസൂൽ നേരത്തെ അറിയാം. ഇയാൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞാൽ അയാൾ വലിയ പണക്കാരനല്ലേ, അയാളുടെ 25 ലക്ഷം അത് മേടിച്ചിട്ട് അത് എൻ്റെ പേരിലോട്ട് എഴുതി തരാമെന്ന് ഫിറോസ് ഖാൻ പറഞ്ഞതാ. അവന് നാണമില്ലായിരുന്നു അന്ന്.
അന്നേ ഇവൻ അറിയെങ്കിൽ അവൻ എന്തിനാ ഈ പണത്തിന് വേണ്ടിയിട്ടാണോ? ഇവന് പണം വേണോ അന്നേരം? ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഇവന് പണം വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു വൃത്തികെട്ട ഭൂലോക വൃത്തികെട്ടവനാണ്. എനിക്ക് എന്നെ വലിച്ചു കയറാനൊന്നുമില്ല. ഞാൻ ഒരാളോട് ജീവിക്കുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ഒരാളിൽ മാത്രമാണ്. എന്നാലും എൻ്റെ ഫിറോസ് ഖാൻ എന്നെ പരിപാടി ചെയ്ത് സ്വന്തം ഭാര്യയ്ക്ക് പൂക്കുറ്റിയണ്ണനായിട്ട് അവീതോ എന്ന് പറയുന്നു. കേരള ഫയൽസ് ആണ്, പൂക്കുറ്റി ഫയൽസ് എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെ പോയേക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വന്ന് സാധനമൊക്കെ ഡീൽ ചെയ്യുന്ന മോശം വളരെ മോശം. എൻ്റെ പൊന്നോ, ഇത് വല്ലാത്തൊരു യൂണിവേഴ്സാണ് കേട്ടോ. പിന്നെ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.